കാഷ്നട്ട് അരച്ച് വെച്ചിട്ടുള്ള അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. അതിനായിട്ട് ചിക്കൻ കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തതാണ്. കുറച്ച് എണ്ണയിൽ ഉപ്പും പഞ്ചസാരയും ഇട്ട് നന്നായിട്ട് വറുത്ത് കോരിയിട്ടുള്ള 2 സവാളയും കുറച്ച് തൈരും, മല്ലിയില, പുതിനയില, ലെമൺ ജ്യൂസ്, ഒരു നാരങ്ങയുടെ പകുതി, പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതോടൊപ്പം തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും ബദാമും കാഷ്നട്ടും നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് തിക്ക് ഗ്രേവി ആയിട്ടൊന്ന് അരച്ചെടുക്കുക. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് 1 മണിക്കൂറിനോളം റെസ്റ്റ് ചെയ്യുക. ഇനി പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ മാക്സിമം ചേർക്കാൻ ശ്രമിക്കുക. ഒരു 5-6 പച്ചമുളകും പിന്നെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഈ ചിക്കൻ്റെ ഗ്രേവിയും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആദ്യത്തെ ഒരു 4 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നിന്ന് നമ്മൾ പ്രത്യേകം വെള്ളം ചേർക്കുകയൊന്നും ചെയ്യുന്നില്ല. അതിൽ നിന്ന് ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗ്രേവി നമുക്ക് സെപ്പറേറ്റ് ഇനി എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. വീണ്ടും ഒരു 2-3 മിനിറ്റ് ഇതുപോലെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വന്ന് ചിക്കൻ്റെ ആ കളറൊക്കെ ഒന്ന് നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ കാഷ്നട്ട് അരച്ച് വെച്ചിട്ടുള്ള അടിപൊളി ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്